വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഓർണമെന്റ്സ് 2 ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഹാങ്ങിങ് ഡെക്കറേഷൻസ് ആണ്. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഡിസ്പോസബിൾ ഗ്ലാസ് ആണ്. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ചാർട്ട് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഗ്ലാസ് വെച്ച് ഇതിലേക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് വരച്ചെടുക്കും. ഇത് വരച്ചിട്ട് ഞാൻ ആ വരച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബാക്കിൽ കൂടി ഒന്നും കൂടെ ഒരു വര വരച്ചിട്ടുണ്ട്. കാരണം കറക്റ്റായിട്ട് നമ്മൾ ആ വരച്ചത് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ച് എന്തെങ്കിലും കുഴപ്പം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് വിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ റൗണ്ട് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. ക്രിസ്മസിന് വേണ്ടിയുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ക്രിസ്മസ് കാർഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതിയത്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഇതും റെഡിയാക്കി ഞാനത് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് തന്നെ, ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. നമുക്ക് കുറച്ച് ഗ്ലൂ കൂടെ ഇട്ട് ഞാൻ ഇതിലേക്ക് ഇതിനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കപ്പ് എടുക്കുക. കപ്പ് എടുത്തിട്ട് ഈ കപ്പ് നമ്മൾ ഞാൻ പറഞ്ഞ ഡിസ്പോസിബിൾ കപ്പാണ്. ഇതെടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച്, ഇത് ഗ്ലിറ്ററാണ് നമ്മൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ടത് നേരത്തെ ഡെക്കറേഷൻസിനൊക്കെ. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത്ര മതി, അധികമൊന്നും വേണ്ട, ഇത് മതി. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഗിഫ്റ്റ് റാപ്പറാണിത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഗിഫ്റ്റ് റാപ്പർ വാങ്ങിക്കാൻ കിട്ടും. ഇതിനെ ഞാനിങ്ങനെ എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തേക്കാണത്. അതിനെ കുറച്ച് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കുറച്ചിട്ട് കൊടുക്കും. കുറച്ച് മതി, ഇത്രയും മതി, അധികം ആവണ്ട. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ അടുത്തത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇതിനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇവിടെ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ നമുക്കത് മാറ്റി വെച്ചിട്ട് ഈ ഗ്ലാസിൻ്റെ അരികിലേക്ക് നമ്മൾക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കിങ്ങനെ കമഴ്ത്തി ഇതിങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ സ്റ്റിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെയ്യണത്, ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറേശ്ശെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. വല്ലാണ്ട് കട്ട് ചെയ്യണ്ട, കാരണം കുറച്ച് നമ്മൾ കടത്തി ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഗ്ലൂ ഒട്ടിച്ചേക്കണത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഒട്ടിച്ചേക്കണത് പോവരുത്. ഇനിയിപ്പോൾ ഞാനിത് ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് നമുക്കിങ്ങനെ കമത്തി വയ്ക്കണം. ഇതുപോലെ കമത്തി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഗ്ലിറ്ററും ഇതെല്ലാം നമ്മൾക്ക് അതെന്തായാലും ഇങ്ങനെ ഇതുമ്പോൾ പറ്റി പിടിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ തന്നെ കംപ്ലീറ്റ് അത് ഗ്ലിറ്ററൊക്കെ എടുക്കുമ്പോൾ തന്നെ അത് ഗ്ലൂ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, അതല്ലെങ്കിലും അതങ്ങനെ വരും, അത് കുഴപ്പമില്ല. നമുക്കത് ഇതുപോലെ ഹാങ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് വേണം. അപ്പോൾ ഹുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പിടിപ്പിക്കണമെന്ന് നോക്കാം. ഇതുപോലത്തെ സ്റ്റിക്കുകൾ നമ്മൾ ഒത്തിരി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. ഇതിനെ നമ്മൾക്കൊരു ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഇത്രയൊക്കെ മതിയാവും. ഇതിനെ അങ്ങോട്ട് ചുറ്റി നമുക്ക് ആവശ്യത്തിന് റൗണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൗണ്ടിലേക്ക് നമ്മളൊരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് അതിനെ
നമ്മളിപ്പോൾ ഹാങ്ങിങ്ങിന് വേണ്ടിയുള്ള റൗണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇതിലേക്ക് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഗ്ലൂ ഇട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അതിനങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. പെട്ടെന്ന് സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ ടേബിൾ ടോപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചാലും മതി നമുക്ക്. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ട്രീയിലൊക്കെ അങ്ങനെ ഹാങ് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഹാങ് ചെയ്ത് വെക്കുക. അപ്പോൾ വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്, കുറച്ച് ഗ്ലിറ്റർ പൗഡർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള, ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ് റാപ്പറൊക്കെ കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ, പിന്നെ ക്രിസ്മസ് കാർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കാർഡ് കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അത്. ഇപ്പം നമ്മൾ അടുത്ത വർക്ക് ചെയ്യാൻ പോണത് ഇതും നമുക്കൊരു ഹാങ്ങിങ് ഡെക്കറേഷൻ തന്നെയാണ്. അപ്പോൾ അന്നേരം ഞാനിതിന് യൂസ് ചെയ്തേക്കണേ, ഇത് കളർ പേപ്പറാണ്. ഇത് സാധാരണ A4 സൈസ് വൈറ്റ് പേപ്പറും ഇത് കളർ പേപ്പറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യണം. ഞാനിതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യണമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിന് നമുക്ക് മോഡ് പോഡ്സ് തന്നെ വേണ്ടി വരും. കാരണം ഫെവിക്കോളിനേക്കാളും ഇത് സ്റ്റിക്ക് ചെയ്യാൻ നല്ലത് മോഡ് പോഡ്സാണ്. അപ്പോൾ മോഡ് പോഡ്സ് തന്നെ മേടിച്ചിട്ട് ഈ നമുക്ക് പറ്റുമെങ്കിൽ ബ്രഷിലേക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ചെയ്താലും മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തൂത്ത് കൊടുക്കണം. ഓക്കെ, ഇനി അതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ റെഡ് പേപ്പർ എടുത്ത് ഇത് രണ്ടും ഒരേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ കൂടെ കൊടുത്താൽ മതി. എന്നുവെച്ചാൽ നല്ല നീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. വളരെ നീറ്റായിട്ട് നമുക്കിത് ഇങ്ങനെ സ്റ്റിക്കായി കിട്ടും രണ്ട് സൈഡിൽ നിന്നും. എന്നിട്ട് നടുക്കുന്ന നമുക്ക് എയർ ഇങ്ങനെ കളഞ്ഞ് ഇങ്ങനെ തൂത്തെടുത്താൽ മതി. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതല്ല, ഇനി നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഇങ്ങനെ കളർ കിട്ടുന്ന പേപ്പറാണെങ്കിൽ ഏറ്റവും സൗകര്യം അതാണ്. എനിക്കത് കിട്ടിയില്ല, അപ്പോൾ ഞാനിതിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിൻ്റെ 2 പീസാണ് റെഡിയാക്കി വെച്ചേക്കണത്. സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഈ പീസ് ഞാൻ 3.5 ഇഞ്ച് അളവിലേക്കാണ് എടുത്തേക്കണത്. അടുത്ത പീസ് 4 ഇഞ്ച് അളവിലേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പീസ് എടുത്തിട്ട് ഇതിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ എഡ്ജ് ചെറുതായിട്ടൊന്ന് മടക്കുക. വളരെ ചെറുതായിട്ട് മടക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള എഡ്ജും ചെറുതായിട്ടൊന്ന് മടക്കുക. ഇതിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇവിടെയും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് പിടിക്കണം. തിരിച്ച് പിടിച്ചിട്ട് ഈ മടക്കിയ ഏരിയ ഇത് മോൾ വശത്ത് പിടിക്കുക. അത് മോൾ വശത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം കോണായിട്ട്. ഇത് മുകളിലായിട്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. ഈ വശം മുകളിലായിട്ട് വരേണ്ട രീതിയിലെടുത്തിട്ട് ഇങ്ങനെ മടക്കണം. അത് മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ 2 ലെങ്ത്തും ഈക്വലായിരിക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്നുള്ള ഈ ലെങ്ത്തും കറക്റ്റായിരിക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതുകൊണ്ട് മടക്കി കൊടുക്കണം. ഇത് ഞാനിപ്പോൾ അത് കറക്റ്റ് ലെങ്ത്തിലേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും വേരിയേഷൻ വന്നാലും കുഴപ്പമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ ആണെങ്കിലും അത് മൈൻഡ് ചെയ്യണം. നമുക്ക് ഇത് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഫെവിക്കോൾ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനൊരു ശകലം ഫെവിക്കോൾ ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതൊന്ന് കുറച്ച് സ്റ്റിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് എളുപ്പമുണ്ടാവും. ഇങ്ങനെ ഇരിക്കട്ടെ, അതോടെ ഇന്ന് ഉണങ്ങിക്കോട്ടെ. എന്നിട്ട് ഇവിടെ നമ്മൾക്ക് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും പിന്നെ തിരിച്ചിങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാം. ഇങ്ങനെ കയ്യിൽ ഫെവിക്കോളിൻ്റെ അഴുക്കൊക്കെ ഉണ്ട്, അതൊന്നും വരരുത് കേട്ടോ, തൂത്ത് കളയണേ.
ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് മടക്കി തിരിച്ചിങ്ങോട്ട് മടക്കി വെച്ചു. ഇതിങ്ങനെ ഇരുന്നോട്ടെ. നമുക്കിത് സ്റ്റിക്ക് അതിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ സ്റ്റിക്ക് ചെയ്തേ ഉള്ളൂ, അതിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഏരിയയിലേക്ക് ശകലം പെയിൻറ്റ് ചെയ്യാം. അത് നിർബന്ധമില്ല, ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊന്ന് ജസ്റ്റ് കുറച്ചൊരു സ്കിൻ കളർ കൊടുക്കാമെന്ന് ഓർക്കുന്നുണ്ട്, വളരെ ലൈറ്റായിട്ട്. അപ്പം നമ്മൾ സ്കിൻ കളർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്കിൻ കളർ ഏതാണ് മിക്സ് ചെയ്തെടുക്കുന്ന കളേഴ്സ്. അതല്ലെങ്കിൽ സ്കിൻ കളർ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതും നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതവിടെ ഇരുന്ന് ഉണങ്ങിക്കോട്ടെ, മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പീസ് റെഡിയാക്കി വെച്ചു. ഇനി ഇതിൻ്റെ അടുത്ത പീസാണിത്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ വളരെ വീതി കുറച്ച് ഇതുപോലെ മടക്കുക. ഇത് ഈ സൈഡിൽ മടക്കിയിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ മടക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഹാഫ് ഒന്ന് നോക്കി വയ്ക്കാം, എന്തോരാവുന്നൊന്ന് മടക്കാം. ഹാഫ് മടക്കിയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കാനുള്ളതാണ്. അത് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹാഫ് മടക്കി വെച്ചത്. ഇതിന് നമ്മൾ വളരെ കനം കുറഞ്ഞ പേപ്പർ യൂസ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ 2 പേപ്പർ ഒട്ടിച്ചപ്പോൾ തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഹാഫ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടും ഹാഫ് നമുക്ക് ഒട്ടിച്ച് നടുക്കോട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാം. സ്റ്റിക്ക് ചെയ്യണ്ട, ചുമ്മാ ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. ഇതുപോലെ ചേർന്നിരിക്കണം കേട്ടോ. ഓക്കെ, ഇതുപോലെ മടക്കിയെടുക്കുക. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് അത് ഓപ്പോസിറ്റ് സൈഡും ഈ സൈഡും നമ്മൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. രണ്ട് സൈഡും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പറ്റാവുന്നത്രേ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ചെയ്തു, ഇത്ര എളുപ്പമല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മടക്കണം. ഇത്രേ ഉള്ളൂ കാര്യം, കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. മറ്റേ പേപ്പർ ഫോൾഡ് ചെയ്യണതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ എടുത്തു. ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ റെഡ് ഫാബ്രിക് പെയിൻ്റൊക്കെ കൊടുത്ത് വെക്കാം. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. അവിടെ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഇത് മടക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് റെഡ് ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇതുമേ നമ്മൾക്ക് ഇപ്പോൾ ഇതും നമ്മളിവിടെ നേരത്തെ ഫാബ്രിക് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾക്കൊരു ജസ്റ്റ് ഷാർപ്പ് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ അങ്ങോട്ട് കുരിക വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പെയിൻ്റ് ആയതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ ബാക്കിലേക്ക് മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഈ അറ്റത്ത് ഒരു ശകലം ഗ്ലൂ ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണ്ട, വളരെ കുറച്ച്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനിത് ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ ഇവിടെ നിന്ന് പോരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇട്ടതാണ്. വേണ്ട, അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോളൂ. നമുക്ക് ഇവിടെയാണെങ്കിലും നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഹാങ്ങിങ് ആണ്. ക്രിസ്മസ് ഡെക്കറേഷന് നമ്മൾക്ക് ഫുള്ളും ഇങ്ങനെ ട്രീയിലൊക്കെ ഹാങ് ചെയ്യാനുള്ള ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും നമ്മൾക്കൊരു ക്യൂട്ടായിട്ടൊരു വർക്കാണിത്.
ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും ഇങ്ങനത്തെ വർക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇത് നമുക്കിതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഞാൻ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ സ്റ്റിക്കാണ് ഇപ്പോൾ എല്ലാ ഹാങ്ങിങ്ങിനും ഉപയോഗിച്ചേക്കണത്. അതിനിങ്ങനെ റൗണ്ടാക്കി എടുത്ത് ഈ 2 വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ ക്രിസ്മസ് ഓർണമെന്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.